الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونادى أصحاب النار أصحاب الجنة أن أفيضوا علينا من الماء أو مما رزقكم الله قالوا إن الله حرمهما على الكافرين الذين اتخذوا دينهم لهوا ولعبا وعرتهم الحياة الدنيا فاليوم ننساهم كما نسوا لقاء يومهم هذا وما كانوا بآياتنا يجحدون. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നല്ലവരായി ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ നോമ്പ് എല്ലാം സ്വീകരിക്കപ്പെട്ട നിലയിൽ ആശ്വാസത്തിന്റെ റയ്യാൻ കവാടം കടന്ന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ റമദാൻ
അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അതിന്റെ അവസാന 10 നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഇന്നലെ മഗ്രിബോടുകൂടി. വളരെ അനുഗ്രഹീതമായ ഒരു മാസത്തിന്റെ 2/3 ഭാഗവും നമ്മോട് വിട പറഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും അനുഗ്രഹീതമായ ചില ദിവസങ്ങൾ ബാക്കി നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ കഴിഞ്ഞ ദിവസങ്ങളെ നമ്മൾ ഓരോരുത്തരും വിലയിരുത്തേണ്ടതുണ്ട്. ശുദ്ധ റമദാനിൽ ജീവിക്കാൻ അവസരം ലഭിക്കുകയും അതിലെ 10-20 നോമ്പ് പിന്നിടുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. മൻ അദ്റക ശഹ്റ റമളാന ഫലം യുഗ്ഫർ ലഹു ഫമാത ഫദഖല അന്നാർ ഫഅബഅദഹു അല്ലാഹു ഖുൽ ആമീൻ ഫഖുൽതു ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറുമ്പോൾ 3 തവണ ആമീൻ പറഞ്ഞതിന്റെ കാരണം വിശദീകരിച്ച ഹദീസ്. ഒരു കാരണം പ്രവാചകൻ പറഞ്ഞു, മൻ അദ്റക ശഹ്റ റമളാൻ, ഒരാൾക്ക് റമളാൻ മാസം കിട്ടി, ഫലം യുഗ്ഫർ ലഹു, റമളാൻ മുഴുവൻ ജീവിച്ചിട്ട് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ, ഫമാത്ത, അങ്ങനെ അവൻ മരിക്കുകയും, ഫദഖലൻ നാറ, അവൻ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായാൽ, ഒരു റമളാൻ മുഴുവൻ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകിയിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാത്ത നിലയിൽ മരിക്കുകയും അങ്ങനെ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഒരാൾക്കുണ്ടാകുന്നതെങ്കിൽ, ഫഅബഅദഹുല്ലാഹ്, അല്ലാഹു അവന്റെ സകലമാന കാരുണ്യങ്ങളിൽ നിന്നും ആ മനുഷ്യനെ അകറ്റട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചു. ഖുൽ, എന്നിട്ട് ജിബ്രീൽ എന്നോട് പറഞ്ഞു, ആമീൻ. ഖുൽ, പ്രവാചകരെ താങ്കൾ പറയുക ആമീൻ, താങ്കൾ ആമീൻ പറയുക. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു ആമീൻ. അപ്പോഴാണ് ഞാൻ 1ാമത്തെ തവണയായി ആമീൻ പറഞ്ഞത്. 2 കാരണങ്ങൾ വേറെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു. ഈ വചനത്തെ മുൻനിർത്തി റമദാനിന്റെ 20 പകലിന് വിട ചൊല്ലിയ ഈ ഒരു സാഹചര്യത്തിൽ ഈ വചനത്തെ മുൻനിർത്തി പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളെ നമ്മൾ ഓരോരുത്തരും വിലയിരുത്തണം. റമദാനിന്റെ മഹത്വം വിശദീകരിക്കുന്നിടത്ത് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കുന്ന, നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുന്ന ആ ഭാഗം വിശദീകരിക്കുന്നിടത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വലില്ലാഹി ഉതഖാഉ മിനൻ നാർ വദാലിക കുല്ല ലൈല. റമദാനിന്റെ എല്ലാ രാത്രിയിലും അല്ലാഹു ഒരു പറ്റം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടിരിക്കും. എല്ലാ രാത്രിയിലും അത് തുടരും. ഈ 2 വചനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. 21ാമത്തെ പകലിലേക്ക് നമ്മൾ പ്രവേശിച്ചു. 21 രാവുകൾ നമ്മളിൽ നിന്ന് യാത്ര പറഞ്ഞു. എല്ലാ രാവും നരകത്തിൽ നിന്ന് ഒരുപാട് ആളുകളെ അല്ലാഹു മോചിപ്പിക്കുമെന്ന വചനവും, ഒരു റമദാൻ മുഴുവൻ ജീവിച്ചിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാത്ത സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ, അങ്ങനെ അവൻ മരിച്ച നരകത്തിൽ പോകേണ്ടി വന്നാൽ റബ്ബിന്റെ സകല കാരുണ്യങ്ങളിൽ നിന്നും അകറ്റട്ടെ എന്ന ജിബ്രീലിന്റെ പ്രാർത്ഥനക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറഞ്ഞതും വിലയിരുത്തിയിട്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടുണ്ടാകുമോ? നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള അവസരമായി കഴിഞ്ഞ 10-20 ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും വിലയിരുത്തണം. റമദാനിൽ ജീവിച്ചിട്ടും പാപങ്ങളുമായി റബ്ബിനെ കണ്ടുമുട്ടാനാണ് നമുക്ക് കഴിയുന്നതെങ്കിൽ, പാപങ്ങളുമായി റബ്ബിന്റെ അരികിൽ എത്തേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ വലിയ നഷ്ടമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഇന്നഹു മയ്യതി റബ്ബഹു മുജ്രിമ, തന്റെ രക്ഷിതാവിനെ കുറ്റവാളിയായി ആരെങ്കിലും കുറ്റവാളിയായി റബ്ബിന്റെ അടുത്ത്, രക്ഷിതാവിന്റെ അടുത്ത് എത്തേണ്ടി വന്നാൽ ഫഇന്ന ലഹു ജഹന്നമ, അവന് നരകമാണ്. ലാ യമൂതു ഫീഹാ വലാ യഹ്യ, ആ നരകത്തിൽ ജീവിതമില്ല, മരണമില്ല. മരിച്ചു പോകുമെങ്കിൽ അതൊരു ആശ്വാസമാണ്, മരണമാ നരകത്തിലില്ല. സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുമെങ്കിൽ അതും ആശ്വാസമാണ്. സ്വസ്ഥമായ ജീവിതം ആ നരകത്തിലില്ല. ആ നരകത്തിലേക്കാണ് യാത്ര. തെറ്റുകാരനായി, കുറ്റക്കാരനായി, തിന്മകളിൽ മുങ്ങിക്കുളിച്ച ജീവിതവുമായിട്ടാണ് മരണാനന്തരം റബ്ബിനെ കണ്ടുമുട്ടേണ്ട സാഹചര്യമെങ്കിൽ പ്രിയപ്പെട്ടവരെ, യാത്ര നരകത്തിലേക്കാണെന്ന് 20-ാം അധ്യായം സൂറത്തു ത്വാഹയുടെ 74-ാമത്തെ വചനത്തിൽ
അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവസരമാണ് അള്ളാഹു നമുക്ക് നൽകിയത്. ആ അവസരത്തിന്റെ 2/3 ഭാഗമാണ് നമ്മളിൽ നിന്ന് കൊഴിഞ്ഞുപോയത്. നമ്മൾ ആലോചിക്കേണ്ടത് എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മുടെ അധ്വാനം. ചെയ്തു കൂട്ടിയ പാപങ്ങൾ, പാപക്കറ കൊണ്ട് കറുത്തുപോയ മനസ്സ്, ആ മനസ്സിന് വിശുദ്ധ ഖുർആൻ കൊണ്ട്, പ്രാർത്ഥനകൾ കൊണ്ട്, ദിക്റുകൾ കൊണ്ട്, ഇസ്തിഗ്ഫാറുകൾ കൊണ്ട്, തൗബകൾ കൊണ്ട് കറുത്തുപോയ മനസ്സിനെ കഴുകി വൃത്തിയാക്കി ഇരുളടഞ്ഞ മനസ്സിലേക്ക് വെളിച്ചം പകർന്നു നൽകാൻ ഈ പുണ്യകരമായ ദിവസങ്ങളിൽ ജീവിച്ചിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചോ എന്ന് നമ്മൾ പരിശോധിക്കണം. തെറ്റുകാരനായി റബ്ബിന്റെ അടുത്തേക്ക് എത്തി ജീവിതവും മരണവുമില്ലാത്ത പ്രയാസത്തിന്റെ ലോകമായ നരകത്തിലേക്ക് പ്രവേശിക്കേണ്ട സാഹചര്യമാണ് ഇനിയുമെങ്കിൽ സകല കാരുണ്യങ്ങളിൽ നിന്നും ഞാനും നിങ്ങളും അകറ്റപ്പെടുമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ 20 വിലയിരുത്തിയിട്ടായിരിക്കണം ഇനിയുള്ള ഈ 10 നമ്മൾ ഓരോരുത്തരും പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടത്. അനുഗ്രഹീതമായ ദിവസങ്ങളിലേക്കാണ് നമ്മൾ ഓരോരുത്തരും അൽഹംദുലില്ലാഹ് പ്രവേശിച്ചിട്ടുള്ളത്. എന്താണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നത്? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്രിൽ അവാഖിരി മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹാ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത അവസാന 10 പ്രവേശിച്ചാൽ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്രിൽ അവാഖിർ, റമദാനിന്റെ അവസാനത്തെ 10, ആ അവസാനത്തെ 10 രാത്രികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്നായി അധ്വാനിക്കുമായിരുന്നു. മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹാ, അതല്ലാത്തതിൽ അധ്വാനിച്ചതിനേക്കാൾ ശക്തമായ അധ്വാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തി. കഴിഞ്ഞ 20 ചെയ്തതിനേക്കാൾ ധാരാളമായി ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന 10 ഉപയോഗപ്പെടുത്തിയെന്ന് ധാരാളം ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. രാത്രി പോലും ജീവനുള്ളതാക്കിയെന്ന് എത്രയോ തവണ പരിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട അവസരങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. കുടുംബത്തെ കൂട്ടി പ്രവാചകൻ രാവിനെ ജീവനുള്ളതാക്കി. മറ്റു 20 അധ്വാനിച്ചതിനേക്കാൾ ശക്തമായി അവസാന 10 അധ്വാനിക്കാൻ, നന്മകൾ ചെയ്യാൻ, സ്വർഗത്തിനു വേണ്ടി പണിയെടുക്കാൻ, നരകമോചനത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശ്രമിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക, റമദാനിന്റെ 1 നിന്ന് 21 എത്തിയപ്പോൾ എന്തു മാറ്റമാണ് നമ്മളിൽ സംഭവിച്ചത്? റമദാനിന്റെ 1 നിന്ന് 21 എത്തുമ്പോൾ പ്രവാചകനിൽ സംഭവിച്ച മാറ്റം കഴിഞ്ഞ 20 ശക്തമായ ഇബാദത്ത്. നമ്മൾ 1 നിന്ന് 21 റബ്ബിന്റെ തൗഫീഖിനാൽ ആയുസ് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട് പ്രവേശിച്ചപ്പോൾ എന്തു സംഭവിച്ചു? 1 കിട്ടിയ ജമാഅത്ത് 5 കൃത്യമായി കിട്ടി. 21 എത്തിയപ്പോഴേക്കും ജമാഅത്തിന്റെ കാര്യത്തിലേക്ക് ഗൗരവം നഷ്ടമായി. 1 റവാത്തിബ് നമസ്കാരങ്ങൾ, സുന്നത്തുകൾ ഒന്നുപോലും നഷ്ടപ്പെടാതിരിക്കാനുള്ള ശ്രദ്ധയുണ്ടായി. 21 എത്തിയപ്പോൾ എത്ര സുന്നത്തുകൾ എനിക്കും നിങ്ങൾക്കും നഷ്ടമായി. 1-ാമത്തെ നോമ്പിന്റെ ദിവസത്തിൽ പ്രഭാതത്തിൽ സുബഹി കഴിഞ്ഞിരുന്ന് ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ പിന്നീട് എത്ര ദിവസങ്ങളിൽ അത് ചിട്ടയായി കൊണ്ടു നടക്കാൻ നമുക്ക് സാധിച്ചു? പ്രവാചകന്റെ അധ്വാനം കൂടിയിടത്ത് നമ്മൾ എങ്ങോട്ട് പോയി? പിറകിലേട്ട് പോയോ? അതല്ല ഒന്നുകൂടി നന്നാക്കാൻ പരിശ്രമിക്കുന്നുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. പാപങ്ങൾ പൊറുക്കപ്പെടണം, ചെയ്ത തെറ്റുകൾ അത് മായ്ക്കപ്പെടണം. റബ്ബിന്റെ രേഖയിൽ അത് മായ്ച്ചു കിട്ടുന്ന, കയ്യിൽ രേഖ കിട്ടുമ്പോൾ ചെയ്ത പാപങ്ങളെ മായ്ക്കപ്പെട്ട നിലയിൽ ഗ്രന്ഥങ്ങൾ ഏറ്റുവാങ്ങാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അവിടെ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്ന കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉണ്ടാകണം. മലായിക്കത്തിന്റെ സ്വാഗതം കേട്ട് പരിശുദ്ധ സ്വർഗത്തിന്റെ കവാടങ്ങളിലൂടെ കടന്നു ചെല്ലാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ആളിക്കത്തുന്ന നരകത്തിയിൽ നിന്ന് നമുക്ക് രക്ഷ വേണം. തടസ്സമെന്താ പ്രിയപ്പെട്ടവരെ? ചെയ്ത പാപങ്ങളാണ്, ചെയ്ത തിന്മകളാണ്. മനസ്സ് കറ പിടിച്ചിരിക്കുകയാണ്. ഭാര്യയോടൊന്ന് സ്നേഹത്തോടെ സംസാരിക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ പാപങ്ങൾ മനസ്സിൽ കുമിഞ്ഞുകൂടി കിടക്കുമ്പോൾ അത് മനസ്സിൽ നിന്നെടുത്തൊഴിവാക്കണം. പാപങ്ങൾ പൊറുക്കപ്പെടണം. അവസരമാണ് അല്ലാഹു അവസാന 10 എനിക്കും നിങ്ങൾക്കും നൽകുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണം, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണം. അവസാന 10 ദിവസങ്ങളിലാണ്, രാവുകളിലാണ് ലൈലത്തുൽ ഖദറിനെ, അനുഗ്രഹീതമായ രാവിനെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അല്ലാഹു ഒരു വർഷത്തെ കാര്യങ്ങൾ അവന്റെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് മലായിക്കത്തിന്റെ രേഖയിലേക്ക് നൽകുന്ന കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന ലൈലത്തുൽ ഖദർ, ഏകദേശം 83 വർഷത്തിന്റെ പുണ്യം നേടിയെടുക്കാൻ കഴിയുന്ന രാവ് പ്രതീക്ഷിക്കണമെന്ന് പറഞ്ഞ ദിവസങ്ങളിലൂടെയാണ്
ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് അതിന്റെ ഒറ്റയിട്ട രാവുകൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മറ്റു ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഇരട്ടയായ രാവുകളിൽ പോലും പ്രതീക്ഷിക്കണമെന്ന് പറയുന്ന രൂപത്തിലുള്ള വചനങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നു. അത്രമേൽ അനുഗ്രഹീതമായ രാവുകളാണ് അവസാന 10 മുഴുവൻ രാവുകളും. അതിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. പാപം പുറത്തു കിട്ടാനുള്ള ഒരു അവസരം റമളാൻ പാപം പുറത്തു കിട്ടാനുള്ള അവസരമാണ്. പ്രവാചകൻ പറഞ്ഞു, റമളാനിൽ ആത്മാർത്ഥമായി നോമ്പെടുത്തവന്റെ പ്രതിഫലം ആഗ്രഹിച്ച് നോമ്പെടുത്തവന്റെ പാപം പുറത്തു തരും. റമളാനിന്റെ രാവിൽ ആത്മാർത്ഥമായി നമസ്കരിച്ചവന്റെ പാപം പുറത്തു തരും. എല്ലാം പറഞ്ഞിടത്ത് ഒന്നുകൂടി പ്രത്യേകമായി പ്രവാചകൻ പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി. ലൈലത്തുൽ ഖദ്ർ ആരെങ്കിലും രാത്രി ജീവിപ്പിച്ച് ആരെങ്കിലും ആ രാവ് നമസ്കരിച്ച് പ്രാർത്ഥിച്ച് റബ്ബിലേക്ക് അടുത്താൽ ഈമാനൻ വഇഹ്തിസാബ വിശ്വാസിയായി പ്രതിഫലം ആഗ്രഹിച്ച് ആരെങ്കിലും ലൈലത്തുൽ ഖദ്റിന്റെ രാവേറെ നമസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. മുൻകൂട്ടി ചെയ്ത പാപങ്ങളെ പുറത്തു കിട്ടാനുള്ള അവസരം പുറത്തു തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നമ്മൾ എവിടെയായിരുന്നു ഇന്നലത്തെ രാവിൽ? എന്തായിരുന്നു അവസാന 10 ഞാനും നിങ്ങളും ഒരുക്കി വെച്ചിട്ടുള്ള നന്മകളുടെ പദ്ധതി എന്ന് പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി പരിശോധിക്കണം. പ്രാർത്ഥനകളും ദിക്റുകളും എല്ലാം പാപം പുറത്തു കിട്ടാൻ വേണ്ടിയാണ് ഈ ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, നബിയെ, ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട് ആ രാത്രി കഴിച്ചു കൂട്ടാൻ അവസരം കിട്ടുമ്പോൾ ഞാൻ എന്താണ് റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ, അല്ലാഹുവേ നീ പാപങ്ങളേറെ പൊറുക്കുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, പാപം പൊറുക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ് റബ്ബേ. എന്റെ പാപങ്ങൾ നീ എനിക്ക് പുറത്തു തരണം. പറയാനുള്ള അവസരങ്ങളെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും കണ്ടെത്തണം. തിരക്കിലാണ് നമ്മൾ, ഓടുകയാണ് നമ്മൾ. പ്രവാചകൻ എല്ലാം വിട്ട് പള്ളിയിൽ കയറിയപ്പോ നമ്മൾ അതുവരെ പള്ളിയിൽ ഉണ്ടായിരുന്നവൾ പോലും പള്ളിയിൽ നിന്നിറങ്ങി അങ്ങാടികളിൽ, ചന്തകളിൽ, കടകളിൽ ഓടി നടക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ശൈലി മാറ്റണം. ചെയ്ത പാപങ്ങൾ റബ്ബിന്റെ അടുത്ത് എല്ലാം രേഖയാണ്. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞില്ലേ, മനുഷ്യൻ മറന്നിട്ടുണ്ട് അവൻ ചെയ്ത പാപങ്ങൾ. 20 വർഷമായെങ്കിൽ 30 വർഷമായെങ്കിൽ 15 വർഷം മുമ്പ് ചെയ്തതൊന്നും പലപ്പോഴും നമ്മുടെ മനസ്സിലില്ല, നമ്മുടെ കണക്കിലില്ല. 60 വർഷം പിന്നിട്ടവന് 40 ചെയ്ത തിന്മകൾ പോലും അവന്റെ ഓർമ്മയിലില്ല. പക്ഷേ അല്ലാഹ് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. തെറ്റാത്ത രേഖയിൽ എല്ലാം ഉണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോ ആ രേഖകളിൽ നിന്ന് അത് മായ്ക്കപ്പെടണം. കുറ്റവാളികളെ വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റവാളികളെ, അക്രമം ചെയ്തവരെ മാറി നിൽക്കുക എന്ന് അള്ളാഹുവിന്റെ കോടതിയിൽ മാറ്റി നിർത്തുമ്പോ നമ്മൾ അവിടെ ഉണ്ടാകരുത്. അതിനെന്താ മാർഗം? മനുഷ്യനാണ്, തെറ്റുകൾ സംഭവിക്കും. മനുഷ്യനാണ്, അരുതായ്മകൾ കടന്നുവരും. പ്രവാചകന്മാരെ തെറ്റ് സംഭവിക്കാത്തവരുള്ളൂ. എന്തു ചെയ്യണം? പാപങ്ങൾ ഏറ്റുപറയണം, പശ്ചാത്തപിക്കണം, തൗബയെ ചോദിച്ചു വാങ്ങണം. അതിനുള്ള ദിവസങ്ങളിലേക്കാണ് ഞാനും നിങ്ങളും എത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഭൗതികമായ ഒന്നും നമുക്ക് തടസ്സമാകരുത്. ഭൗതികമായ ഒന്നും നമുക്ക് തടസ്സമാകരുത്. ചില ആളുകളുടെ പ്രവർത്തനമെങ്കിലും കാണുമ്പോൾ തോന്നിപ്പോകും, റമളാനിനെ തന്നത് പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി മാത്രമാണോ എന്ന് തോന്നിപ്പോകും. കാരണം റമളാനിന്റെ ഏറ്റവും അനുഗ്രഹീതമായ ദിവസങ്ങളിലും പെരുന്നാൾ മാത്രം ചിന്തയായി അന്ന് ഡ്രസ്സ് എടുക്കണം, നല്ല ഡ്രസ്സ് വേണം, നല്ല ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിലുള്ള വൃത്തിയുള്ള വെടുപ്പുള്ള നല്ല ഡ്രസ്സ് തന്നെ ധരിക്കണം. അതുതന്നെയാണ് പ്രവാചകന്റെ ചര്യ. പക്ഷേ അതിനുവേണ്ടി മാത്രമല്ല റമളാനിനെ നമുക്ക് തന്നത്. നല്ല ഡ്രസ്സ് അണിയുന്ന ശരീരത്തിന്റെ അകത്തെ മനസ്സ് അതൊന്ന് കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ റമളാനിനെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. അത് മറന്നുകൊണ്ടുള്ളൊരോട്ടം, പെരുന്നാൾ മാത്രം ചിന്തയായി കച്ചവട തിരക്കിലാണ് നമ്മൾ ഓരോരുത്തരും. ആ തിരക്കിനിടയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പള്ളിയിലെത്തി രാത്രി നമസ്കരിച്ച ആളുകളെപ്പോലും പ്രിയപ്പെട്ടവരെ ഭൗതികതയുടെ പിറകിലോടി. പള്ളിയിൽ കാണാനില്ല. ഒന്നാമത്തെ തറാവീഹിന് 2ഉം 3ഉം 4ഉം സ്വപ്പ് നിറഞ്ഞു നിന്നിരുന്ന പള്ളികളിൽ എണ്ണം ചുരുങ്ങി, സ്വഫിന്റെ എണ്ണം കുറഞ്ഞു. സുബഹിന്റെ ജമാഅത്തിലേക്ക് എത്തിയവർ രാത്രിയേറെ വൈകി കടയടച്ചതുകൊണ്ട് അത്താഴം കഴിച്ചുറക്കത്തിലാണ് സുബഹിന്റെ സമയത്ത്. എന്തിനാണ് പ്രിയപ്പെട്ടവരെ റമളാനിന് അല്ലാഹു തന്നത്? പെരുന്നാളിന് കച്ചവടം ചെയ്ത് സമ്പത്തുണ്ടാക്കി സമ്പാദ്യമുള്ളവനാകാൻ, സമ്പന്നനാകാനാണോ ഒരു മാസത്തെ അല്ലാഹു തന്നത്? അതുകൊണ്ട് കച്ചവടത്തിൽ പോലും, നമ്മുടെ ജോലിയിൽ പോലും, നമ്മുടെ യാത്രകളിൽ പോലും നമുക്ക് ചില തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ. എന്റെ അവസാന 10 നഷ്ടമാകാത്ത രൂപത്തിൽ റബ്ബിനോട് കൂടുതലെടുത്ത് റബ്ബിലേക്ക് കൈകൾ ഉയർത്തി ചെയ്ത തിന്മകളെ ഏറ്റുപറയുമ്പോൾ കവിൾത്തടം കണ്ണുനീരുകൊണ്ട് നനഞ്ഞ് പാപങ്ങളെ കഴുകിക്കളയാനുള്ള അവസരം
ഭൗതികതയുടെ പിറകെ പോകാൻ ഉപയോഗിക്കില്ല ഞാൻ എന്ന് തീരുമാനിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയട്ടെ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന. നരകാവകാശികൾ സ്വർഗാവകാശികളെ വിളിച്ചു ചോദിക്കുന്ന ഒരു രംഗം സൂറത്ത് അഅറാഫിൽ അല്ലാഹു വിശദീകരിച്ചു. അൻ അഫീളൂ അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാഹ്. എന്താ നരകവാസികൾക്ക് സ്വർഗ്ഗക്കാരോട് പറയാനുള്ളത്? വനാദാ അസ്ഹാബുൻ നാർ. നരകവാസികൾ നരകത്തിൽ നിന്ന് വിളിച്ചു പറയുകയാണ് അസ്ഹാബൽ ജന്ന, സ്വർഗാവകാശികളെയാണ് വിളിക്കുന്നത്. അൻ അഫീളൂ അലൈനാ മിനൽ മാ. അല്ലയോ നിങ്ങൾക്ക് അല്ലാഹു നൽകിയ വെള്ളം, ഔ മിമ്മാ റസഖകുമുല്ലാഹ്, അതല്ലാതെ എന്തൊക്കെ നിങ്ങൾക്ക് അല്ലാഹു ആ സ്വർഗത്തിൽ തന്നോ ഞങ്ങൾക്കും അത് ഒഴുക്കിത്തരൂ, ഞങ്ങളിലേക്കും അത് എത്തിച്ചു തരൂ എന്നവർ വിളിച്ചു പറയും. ഖാലൂ, സ്വർഗവാസികളുടെ മറുപടി എന്താ? ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. ഇല്ല, നിഷേധികൾക്ക് അല്ലാഹു അത് ഹറാമാക്കിയിരിക്കുന്നു, കാഫിരീങ്ങൾക്ക് അത് ഹറാമാണ്. സ്വർഗത്തിൽ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് നൽകാൻ കഴിയില്ല. എന്നിട്ട് എന്താ അല്ലാഹു പറഞ്ഞത്? ആരാണവർ? അല്ലദീന ഇത്തഖദൂ ദീനഹും ലഹുവൻ വലഇബ. തങ്ങളുടെ മതത്തെ വിനോദവും കളിയുമായി കണ്ടവർ. വഗറത്തുഹുമുൽ ഹയാത്തുദ് ദുനിയ. ദുനിയാവിന്റെ ജീവിതത്തിൽ വഞ്ചിതരായി പോയവർ, ദുനിയാവ് കണ്ട് വഞ്ചിതരായവർ. ഫല്യൗമ നൻസാഹും, നാം അവരെ മറന്നിരിക്കുന്നു. കമാ നസൂ ലിഖാ യൗമിഹിം ഹാദാ, അവരുടെ ഈ ദിവസത്തെ അവർ മറന്നതുപോലെ. വമാ കാനൂ ബിആയാതിനാ യജ്ഹദൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേൾപ്പിക്കപ്പെടുമ്പോൾ അത് മറന്ന് ജീവിച്ചതുപോലെ ഇന്ന് അവരെ നാം മറന്നിരിക്കുന്നു. അള്ള മാത്രം കൂട്ടിനുണ്ടാകുന്ന, അള്ള തൃപ്തിപ്പെടേണ്ടുന്ന, റബ്ബിന്റെ സഹായം കിട്ടേണ്ട ലോകത്തല്ല പറയാ നാം മറന്നിരിക്കുന്നു അവരെ. എന്തേ കാരണം? ഭൗതികതയുടെ പിറകെ പോയവരാണ്, ദുനിയാവ് കണ്ട് വഞ്ചിതരായവരാണ്. പ്രിയപ്പെട്ടവരെ, ആ കൂട്ടത്തിൽ ഉണ്ടാകരുത്. അവിടെ വിലപിക്കേണ്ടി വരരുത്. അവിടെ കിട്ടാത്തത് ചോദിക്കേണ്ട സാഹചര്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകരുത്. ആവർത്തിച്ച റമളാനുകളെ ജീവിതത്തിലേക്ക് അല്ലാഹു തന്നിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാത്ത സാഹചര്യമുണ്ടാകരുത്. അവസാന 10ലേക്കും ആയുസ് അല്ലാഹു നീട്ടിത്തന്നിട്ട് അവിടെ കെഞ്ചേണ്ട സാഹചര്യം ഉണ്ടാകരുത്. അവിടെ ആസ്വദിക്കണം, അവിടെ സന്തോഷിക്കണം, അവിടെയാണ് വിശ്രമിക്കേണ്ടത്, അവിടെയാണ് അനുഭവിക്കേണ്ടത്. ഇതെല്ലാം തീർന്നു പോകാനുള്ളത്. അതുകൊണ്ട് തീർന്നു പോകുന്ന ദുനിയാവിൽ വഞ്ചിതരായി കേവലം മനസ്സിന്റെ ചില നിസ്സാരമായ സന്തോഷങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ച് റബ്ബിലേക്ക് തൗബ ചെയ്യാനുള്ള, റബ്ബിന്റെ മുന്നിൽ കരയാനുള്ള, ഭാര്യ കാണാതെ, ഭർത്താവ് അറിയാതെ, മക്കളും മാതാപിതാക്കളും കാണാതെ സ്വകാര്യമായി റബ്ബിന്റെ മുന്നിൽ കരയാനുള്ള ഈ ദിനരാത്രങ്ങളെ നഷ്ടപ്പെടുത്തി ദുനിയാവിന്റെ പിറകെ ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും. അതുകൊണ്ട് ഇനിയും പദ്ധതികൾ ഉണ്ടാക്കാൻ, ഇനിയും തീരുമാനിക്കാൻ, ഇനിയും സമയം നിശ്ചയിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി വൈകരുത്. ഒരൊറ്റയിട്ട രാവ് നമ്മളിൽ നിന്ന് കൊഴിഞ്ഞുപോയി. ഇനി ലോകാവസാനം വരെ ജീവിച്ചാലും നഷ്ടപ്പെട്ട ആ പുണ്യരാവിനെ ഇനി നമുക്ക് തിരിച്ചു കിട്ടില്ല. ഇനിയും അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഏതാനും ദിവസങ്ങൾ ബാക്കിയുണ്ട്. അന്ന് ഞാൻ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ഒന്നും എനിക്ക് തടസ്സമാകില്ലെന്ന് തീരുമാനിച്ച് ആ നിലക്ക് മുന്നോട്ട് പോകാൻ, പാപങ്ങളെ റബ്ബിനോട് ഏറ്റുപറയാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക, അധ്വാനിക്കുക, തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ പരമാവധി അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി ധാരാളമായി നന്മകൾ ചെയ്യുമ്പോഴും രാത്രികളിൽ പോലും ഉറക്കമൊഴിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഒരൽപ്പം പ്രയാസമുണ്ടെങ്കിൽ പോലും റമളാനിന്റെ ദിവസങ്ങളിൽ നോമ്പ് കൃത്യമായി കൊണ്ടു നടക്കുമ്പോഴുമെല്ലാം ചെയ്ത നന്മകളൊന്നും സ്വീകരിക്കപ്പെടാത്ത ചില സാഹചര്യങ്ങളെ കൂടി അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമാണ് നമ്മളുടെ ഉപജീവനത്തിൽ ഹറാമായ എന്തെങ്കിലും ഒന്ന് കലർന്നാൽ, നമുക്ക് അവകാശമില്ലാത്തത് നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ ഉപജീവനത്തിൽ, നമ്മുടെ വസ്ത്രത്തിൽ, നമ്മുടെ പാനീയത്തിൽ, ഭക്ഷണത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അവകാശമില്ലാത്ത എന്തെങ്കിലും ഒന്നുണ്ടായാൽ ഈ ചെയ്തതൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ്. ഷഹീദിന്റെ ശരീരത്തിലേക്ക് ശത്രു വെട്ടുമ്പോൾ ആദ്യം ആ ശരീരത്തിൽ വാള് തട്ടി ആ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന ആദ്യ രക്തത്തുള്ളി
അതോടുകൂടി ഷഹീദിന്റെ സകലമാന കാര്യങ്ങളും പുറത്തു കൊടുക്കുമെന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. 2 തുള്ളികൾ റബ്ബിനേറെ ഇഷ്ടമാണെന്ന് പറഞ്ഞിടത്ത് റബ്ബിനെ ഓർത്ത് കരഞ്ഞ കണ്ണീർ തുള്ളിയും റബ്ബിന്റെ മാർഗത്തിൽ ഷഹീദായവന്റെ രക്തത്തുള്ളിയുമെന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ആ ഷഹീദ് പോലും സാമ്പത്തികമായിട്ടുള്ള ബാധ്യതയുണ്ടെങ്കിൽ ആ ബാധ്യത ഷഹീദിന് പോലും വിട്ടുകൊടുക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് നമ്മുടെ സമ്പത്ത് കണക്കുകൂട്ടുമ്പോ മറ്റൊരുത്തന്റെ 2.5% നമ്മളിലുണ്ടെങ്കിൽ ആ 2.5% കൊടുത്തു വീട്ടി സക്കാത്ത് പൂർത്തീകരിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മുടെ അത്യാവശ്യങ്ങൾ കഴിച്ച് 1 വർഷത്തെ കണക്ക് നോക്കി 100 രൂപ ബാക്കിയാകുന്നിടത്ത് 2.5 രൂപയെ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. എന്തിനത് പറഞ്ഞത്? 97.5 ശുദ്ധമാകാൻ. ആ 2.5 എന്ന കേവലം നിസാരമായ ഒരു സംഖ്യ അത് ഈ 97-ൽ ചേർത്താൽ 100ഉം ഹറാമാണ്. ആ 100ഉം നമ്മുടെ നന്മകളെയാണ് നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് സക്കാത്ത് കണക്ക് നോക്കി കൊടുക്കാൻ ചിലരെങ്കിലും 27-ാം രാവിൽ വീടുകൾ കയറിയിറങ്ങുകയാണ്. കവറും പിടിച്ച് കുട്ടികളുടെ കൈയും പിടിച്ച് കയറിയിറങ്ങുന്ന എത്രയോ ആളുകൾ. നമ്മുടെ സ്വഭാവം മാറ്റണം. എന്നാൽ വേറെ ചിലർ അങ്ങനെ കയറി വരുന്നവർക്ക് എറിഞ്ഞു കൊടുക്കുന്ന 1-2 രൂപയുടെ നാണയത്തൊട്ട് 10-20 രൂപയുടെ നോട്ടിൽ തന്റെ സക്കാത്ത് പൂർത്തിയായി എന്ന് വിചാരിക്കുന്നവർ. സക്കാത്ത് പിരിക്കുന്ന ആളുകൾ വീട്ടിൽ കയറി വരുമ്പോ ഏതായാലും ഒരു 1000 രൂപ എഴുതിക്കോ എന്ന് പറയുന്ന 1000-ൽ തന്റെ സക്കാത്ത് വീടി എന്ന് വിചാരിക്കുന്നവർ. അതൊന്നും സക്കാത്തല്ല. സക്കാത്ത് കണക്ക് നോക്കി കൊടുക്കേണ്ടതാണ്. 1001 രൂപ 50 പൈസ എന്നതാണ് സക്കാത്ത് കണക്ക് കൂട്ടുമ്പോൾ വരുന്നതെങ്കിൽ 50 പൈസ റൗണ്ടാക്കി ആ 1 രൂപ റൗണ്ടാക്കി 1000 കൊടുത്തതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സക്കാത്ത് വീടില്ല, കടമാണ്. കൊടുത്ത 1000 സക്കാത്തിന്റെ പരിധിയിൽ വരില്ല. അതുകൊണ്ട് കണക്ക് നോക്കി നമ്മുടെ സക്കാത്ത് കൊടുക്കേണ്ട രൂപത്തിൽ കൊടുക്കാൻ. അത് കൃഷിയാണെങ്കിൽ, അത് വളർത്തുമൃഗങ്ങളാണെങ്കിൽ, അത് നമ്മുടെ സമ്പാദ്യമാണെങ്കിൽ, ശമ്പളമാണെങ്കിൽ, വാടകയാണെങ്കിൽ, നമ്മുടെ സ്വർണ്ണാഭരണമാണെങ്കിൽ, വെള്ളിയാണെങ്കിൽ, എല്ലാറ്റിന്റെയും കണക്ക് കൃത്യമായി പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നു. കണക്ക് നോക്കി ചോദിച്ചു മനസ്സിലാക്കി അതിനൊരു പക്ഷേ ഒന്ന് വണ്ടി കയറി ഒരു പണ്ഡിതന്റെ അടുത്ത് യാത്ര ചെയ്തെത്തിയിട്ടാണ് അതിന്റെ കണക്ക് ബോധ്യപ്പെടാൻ കഴിയുന്നതെങ്കിൽ ബോധ്യപ്പെടുത്തി കണക്ക് തീർത്ത് കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. കൊടുക്കേണ്ടത് 8 വിഭാഗം ആളുകൾക്കാണ്. 8 വിഭാഗം ആളുകൾക്കാണ് കൊടുക്കേണ്ടത്. ആ 8 അല്ലാത്ത ഒരു വിഭാഗത്തിന് സക്കാത്ത് കൊടുക്കാനുള്ള അവകാശമില്ല. കാരണം സൂറത്തു തൗബയുടെ 60-ാമത്തെ വചനത്തിൽ ഇന്നമസ്വദക്ക, തീർച്ചയായും സ്വദക്ക, ആ സ്വദക്കയുടെ ഉദ്ദേശം സക്കാത്താണ്. അത് ഈ 8 പേർക്കു മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ആ 8 ആളെ എണ്ണുന്നത്. അതുകൊണ്ട് 9-ാമത്തെ ഒരാളെ ആ ലിസ്റ്റിൽ കയറ്റാൻ എനിക്കും നിങ്ങൾക്ക് അവകാശമില്ല. വിശുദ്ധ ഖുർആൻ എണ്ണി പറഞ്ഞതൊന്ന് ഫക്കീറാണ്. ഫക്കീറിന് കൊടുക്കണം. ആരാണ് ഫക്കീർ? നിത്യച്ചെലവിന്റെ പകുതി പോലും സ്വന്തമായില്ലാത്തവൻ. നമുക്കേതെങ്കിലും ഒരുത്തനെ ഫക്കീറാണെന്ന് തോന്നലല്ല. ഫക്കീർ എന്ന് പറഞ്ഞാൽ നിത്യച്ചെലവിന്റെ പകുതിയിലേക്ക് പോലും എത്താത്തവൻ, അവനാണ് ഫക്കീർ. അവന്റെ പ്രയാസം തീരുന്ന രൂപത്തിലാണ് അവന് കൊടുക്കേണ്ടത്. 500 രൂപ ഒരു ചെറിയ കവറിലിട്ട് പേരെഴുതി കൈക്ക് മടക്കി കൊടുക്കുന്നതല്ല സക്കാത്ത്. ഒരാളെങ്കിലും പ്രിയപ്പെട്ടവരെ ഒരു സക്കാത്തിന്റെ ഒരു കാലാവധി പൂർത്തിയായി പോകുമ്പോൾ മോചിപ്പിക്കാൻ നമുക്ക് കഴിയണം. ആരാണ് മിസ്കീൻ? നിത്യച്ചെലവിന്റെ പകുതിയോ അതിലൊരൽപ്പം അധികമോ മാത്രമുള്ളവൻ, എന്നാലും കുടുംബത്തെ തന്റെ കാര്യത്തെ മര്യാദക്ക് കൊണ്ടു നടക്കാനുള്ള അവസ്ഥയില്ലാത്തവൻ. നിത്യച്ചെലവിന്റെ പകുതി അല്ലെങ്കിൽ അതിനൊരൽപ്പം മുകളിൽ മാത്രമാണ് അവനുള്ളത്. അവനാണ് മിസ്കീൻ. അതുപോലെ തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തന്റെ അടുത്തുനിന്ന് സക്കാത്ത് വാങ്ങി സെക്രട്ടറിയെ ഏൽപ്പിക്കുമ്പോഴേക്ക് അവനും ആ ഗണത്തിൽ വരൂല. ശരിയായ രൂപത്തിൽ അതിനെ വിശദീകരിക്കുമ്പോൾ ഇസ്ലാമിക ഭരണകൂടം നിശ്ചയിക്കുന്ന അതിന്റെ ജോലിക്കാരാണ് ആ വകുപ്പിൽ വരുന്നത്. ഇനി നമ്മളൊരാളെ നിശ്ചയിച്ച് അയാൾ 2-3 ദിവസം ജോലിയൊക്കെ ഒഴിവാക്കി അതിന് അധ്വാനിക്കാൻ വേണ്ടി ഇരിക്കുന്നെങ്കിൽ അയാൾക്ക് നിശ്ചയിച്ച് നമ്മൾ കൊടുക്കുന്ന ഒരുപക്ഷെ ഒരു തുക അതും ആ അളവിൽ കൊണ്ടുവരാമെന്ന അഭിപ്രായം പറഞ്ഞ ചില പണ്ഡിതന്മാരുണ്ട്. എന്നാൽ അതിന്റെ അപ്പുറം അതിലൊന്ന് ആരോടെങ്കിലും ഒന്ന് പറയുമ്പോഴേക്ക് ഓനും ആ സക്കാത്ത് സെല്ലുത്ത ആളല്ലേ എന്ന് പറഞ്ഞു കൊടുക്കുന്നൊരു സാഹചര്യം അതുണ്ടാകരുത്. മനസ്സടുത്തവർ, ഇസ്ലാമിലേക്ക് മനസ്സടുത്ത് നിൽക്കുന്നവർ, ഒരുപക്ഷെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ, ഇപ്പോൾ കടന്നു വന്ന പുതുമുസ്ലിങ്ങളായ ആളുകൾ, അല്ലെങ്കിൽ വരാറായി ഇസ്ലാമിലേക്ക് മനസ്സടുത്ത് നിൽക്കുന്നവർ, അത്തരം ആളുകൾക്ക് കൊടുക്കാം. അതല്ല ഇനി ഒരാൾക്ക് അതിന്റെ വിഹിതം കൊടുത്താൽ അയാളെ കൊണ്ടുള്ള ഉപദ്രവം നമുക്കുണ്ടാവുകയില്ല എന്ന് തോന്നുന്ന ആളുണ്ടെങ്കിൽ അതും ഒരു പക്ഷേ ആ പരിധിയിൽ വരുമെന്ന് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അടിമമോചനത്തിന് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ എന്ന് പറഞ്ഞാൽ
അനാവശ്യങ്ങൾക്ക് വേണ്ടി റബ്ബ് നിരോധിച്ച കാര്യങ്ങൾക്ക് പണം ചെലവഴിച്ച് കടബാധ്യതയിലെത്തിയവനല്ല. കുടുംബത്തെ പോറ്റാൻ വേണ്ടി ശ്രമിച്ച് റബ്ബ് ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ മാത്രം ജീവിച്ച് അങ്ങനെ കുടുംബത്തെ പോറ്റി കടം വന്ന ആളുകൾ, അതല്ലെങ്കിൽ മറ്റുള്ള ആരുടെയെങ്കിലും ഒക്കെ പ്രയാസങ്ങൾ അത് തീർക്കാൻ വേണ്ടി, അവരെ നന്നാക്കാൻ വേണ്ടി ഇടപെട്ട് സംസാരിച്ച് അങ്ങനെ ഒരുപക്ഷെ അതിനുവേണ്ടി കടം വന്ന ആളുകൾ, ആ രൂപത്തിലുള്ള ഹറാമായ മാർഗത്തിൽ കടമായവരല്ല. അള്ളാഹ് അനുവദിച്ച മാർഗത്തിൽ നിന്ന് പുറത്തു പോകാതെ ജീവിച്ചിട്ടും കടബാധ്യത വന്ന ആളുകൾ. അവനെമ്പാടും സമ്പാദ്യമുണ്ട്, അവനൊരുപാട് പണമുണ്ട്, എന്നിട്ട് അതൊന്നും കൊടുക്കാതെ സക്കാത്തിന്റെ വിഹിതം കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്നവനല്ല. മറിച്ച് അവൻ ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടും അവൻ കടബാധ്യതയിലാണ്, അവന് സക്കാത്തിന്റെ വിഹിതമുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഫീ സബീലില്ല. നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ട ഒരു വിഭാഗമാണത്. ഫീ സബീലില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് മലയാളത്തിൽ അർത്ഥം പറയും അള്ളാഹുവിന്റെ മാർഗം. പള്ളി അള്ളാന്റെ മാർഗമാണ്, മദ്രസ അള്ളാഹുവിന്റെ മാർഗമാണ്, കോളേജ് അള്ളാന്റെ മാർഗമാണ്, ദീനീ സ്ഥാപനങ്ങൾ റബ്ബിന്റെ മാർഗത്തിലാണ്, സമ്മേളനങ്ങൾക്കും പ്രോഗ്രാമുകൾക്കും കൊടുക്കുന്നത് അള്ളാന്റെ മാർഗത്തിലാണ്. ഫീ സബീലില്ല എന്ന് പറഞ്ഞ വകുപ്പ് ഈ മാർഗമൊന്നുമല്ല. ഫീ സബീലില്ല എന്നത് അവിടുത്തെ ഉദ്ദേശം യുദ്ധമാണ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധം. ആ യുദ്ധരംഗത്തേക്ക് ഇറങ്ങുന്ന ആളുകളിൽ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന, അവിടെ തന്റെ കാര്യങ്ങൾ കൃത്യമായി കൊണ്ടു നടക്കാൻ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ അവിടെ മാത്രമാണ് ഫീ സബീലില്ല, അതിൽ മാത്രം ഒതുങ്ങുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സക്കാത്തിന്റെ വകുപ്പിൽ ഒരുപക്ഷെ കടന്നു വരാത്തൊരു വിഭാഗമായിരിക്കും. അതല്ലാതെ ഏതെങ്കിലും ഒരു മദ്രസക്ക് ചോദിക്കുമ്പോൾ അതും സക്കാത്തിന്റെ വിഹിതത്തിൽ നിന്ന്, ഏതെങ്കിലും ഒരു പള്ളിക്ക് ചോദിക്കുമ്പോൾ അതും സക്കാത്തിന്റെ വിഹിതത്തിന്, ഫീ സബീലില്ല അള്ളാന്റെ മാർഗത്തിലല്ലേ, അതല്ല ഈ പറഞ്ഞ ഫീ സബീലില്ലയുടെ ഉദ്ദേശം. അപ്രകാരം തന്നെ വഴിപോക്കന്, വഴിയിൽ കുടുങ്ങി തന്റെ നാട്ടിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യമില്ല, ഒരാളോട് ചോദിച്ചിട്ടും കിട്ടാനില്ല, നമ്മുടെ സക്കാത്തിന്റെ വിഹിതത്തിന് അയാൾക്ക് അയാളുടെ നാട്ടിലെത്താനുള്ള ഓഹരി കൊടുക്കണം. ഈ 8 വിഭാഗത്തിൽ പരിമിതമാണ് സക്കാത്ത്. നമ്മൾ ആലോചിക്കുക, എത്രയോ കാലമായി സക്കാത്ത് കൊടുക്കാൻ തുടങ്ങിയിട്ട്, ഞാൻ കൊടുത്തു എന്നുള്ളൊരു ധാരണയിൽ ഈ 8 വിഭാഗത്തിലേക്കായിരിക്കും നമ്മുടെ സക്കാത്ത് എത്തിയിട്ടുണ്ടാവുക എന്ന് നമ്മൾ പരിശോധിക്കണം. ആ 8 വിഭാഗത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ, അങ്ങനെ കഴിയുന്ന അവിടേക്ക് എത്തിക്കാൻ പറ്റുന്ന നല്ല സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ ആ സംവിധാനങ്ങളെ നമുക്ക് ഏൽപ്പിക്കാം. സക്കാത്ത് സെല്ല് ഈ പള്ളിയിലടക്കം നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ടാകും. വളരെ കൃത്യമായി എന്റെ പണം എത്തേണ്ട വിഭാഗത്തിലെത്തിക്കും, ഒരു 5 പൈസ പോലും അതിൽ കുറവ് വരാതെ എന്ന് വിശ്വസിച്ചേൽപ്പിക്കാവുന്നിടത്ത് അത് ഏൽപ്പിച്ച് ആ അവകാശികൾക്ക് അത് എത്തിയെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. ഇവിടെ നമുക്ക് സൗകര്യമുണ്ട്, സംവിധാനമുണ്ട്, അതിനെ വേണ്ട ആളുകൾക്ക് ഉപയോഗപ്പെടുത്താം. ആ നിലക്ക് നമ്മുടെ സക്കാത്തിന്റെ കാര്യത്തിൽ അത് കൃത്യമായി കണക്ക് നോക്കി എത്തേണ്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ എല്ലാവരുടെയും സക്കാത്തിന്റെ വിഹിതം ചേരുമ്പോൾ ഒരാളെങ്കിലും പ്രിയപ്പെട്ടവരെ പൂർണ്ണമായി ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടണം. പലപ്പോഴും പള്ളികളിൽ, ഇവിടെ അങ്ങനെയെന്നല്ല, പള്ളികളിൽ സാധാരണ പല സംവിധാനങ്ങളിലും സാധാരണ നടക്കുന്നത് കിട്ടിയ പണത്തിന്റെ നല്ലൊരു തുക കമ്മിറ്റി കൂടി മീറ്റിംഗ് ചേർന്ന് അതിങ്ങനെ വീതിച്ച് ഓരോരുത്തർക്ക് 500, 1000, 250 ആയി കൊടുക്കുന്നതിൽ ആരെയാണ് പ്രിയപ്പെട്ടവർ ഒരു ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നത്? അത് ഈ 8 പരിമിതമാണ്. 9ാമത്തതൊന്ന് ചേർക്കാൻ എനിക്കും നിങ്ങൾക്കും അവകാശമില്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഫിത്ർ സക്കാത്തിന്റെ കാര്യം, പാവപ്പെട്ടവന്റെ ഭക്ഷണമായും എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ നമ്മുടെ റമദാനിന്റെ രാപ്പകലുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കിട്ടാനുമുള്ളതാണ് ഫിത്ർ സക്കാത്ത്. ആരൊക്കെയാണോ നമ്മുടെ കുടുംബത്തിലുള്ളത്, കൊടുക്കേണ്ട സമയത്ത് അപ്പോൾ ജനിച്ചൊരു കുഞ്ഞുണ്ടെങ്കിൽ പോലും ആ കുഞ്ഞിന് പോലും കണക്കാക്കി അതിന്റെ കണക്കു നോക്കി ഏൽപ്പിക്കാൻ, അത് പെരുന്നാളിന്റെ ദിവസമാകുന്നതിന്റെ മുൻപ്, ഈദിന്റെ മുസല്ലയിലേക്ക് പുറപ്പെടുന്നതിന്റെ മുൻപ് അത് കൊടുത്തു വീട്ടാൻ നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മളെല്ലാവരും പ്രിയപ്പെട്ടവരെ ഡ്രസ്സ് എടുക്കുന്നു, നമ്മുടെ മക്കൾക്കുള്ള ഡ്രസ്സ് എടുക്കാനുള്ള അതിനുവേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. നമ്മൾ ആലോചിക്കണം, ഒരു സാധുവെങ്കിലും, ഒരു പാവപ്പെട്ട കുട്ടിയെങ്കിലും നമ്മുടെ മക്കൾ കുഞ്ഞുടുപ്പണിഞ്ഞ ഈദ് മുസല്ലയിലേക്ക് പോകുന്നത് പോലെ നമ്മൾ കാരണം ഒരു സാധുവായ ഒരു പാവപ്പെട്ട കുട്ടിയെയെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കണം. അതിനെന്താണ് മാർഗമെന്ന് ചോദിച്ചാൽ 1000 രൂപയെങ്കിലും നമ്മളൊരു സാധുവിന് വേണ്ടി മാറ്റിവെക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാളിന്റെ ദിവസം അങ്ങനെ പോകുക, മഹാനായ ഉമർ ബിൻ അബീ സലമ ചെറിയ കുട്ടിയാണ്, അദ്ദേഹം വളരെ ദുഃഖിച്ചിരിക്കുന്നു, കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്താ ഉമർ കരഞ്ഞിരിക്കുന്നത്? എല്ലാവരും സന്തോഷിക്കുന്ന പെരുന്നാളിന്റെ ദിവസത്തിൽ എന്താ അങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്? ഉപ്പ യുദ്ധത്തിൽ മരണപ്പെട്ടതാണ്, എല്ലാവരും സന്തോഷിക്കുന്നു, അവരുടെ പിതാക്കൾ, അവരുടെ രക്ഷിതാക്കൾ, ഉപ്പമാർ അവർക്ക് എന്തൊക്കെ വാങ്ങിക്കൊടുത്തു. ഒന്നുമില്ല,
സന്തോഷിക്കാൻ കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞു കൈപിടിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, ആയിഷ, ഇന്നത്തെ പെരുന്നാള് ഉമറിന്റെ കൂടെയാണ്. ഒരു കുട്ടിയുടെ വേദന പറയാതെ തിരിച്ചറിഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളുടെ മക്കൾക്ക് ഡ്രസ്സ് എടുത്തതിന് 2000 രൂപ, 2500, 3000 രൂപയൊക്കെ നമ്മുടെ ചെറിയൊരു പൊന്നുമോനെടുത്ത ഡ്രസ്സിന്റെ വിലയാണ്. 1000 രൂപ കൊണ്ട് ഒരു കുട്ടി സന്തോഷിക്കുമെങ്കിൽ, ഒരു കുട്ടിയെങ്കിലും ബാപ്പയില്ലാത്ത, ദാരിദ്ര്യം അനുഭവിക്കുന്ന, നിത്യരോഗിയായി കിടക്കുന്ന ബാപ്പയെ നോക്കി പുത്തനുടുപ്പണിഞ്ഞ് പെരുന്നാളിന്റെ ദിവസം പോകാൻ കഴിയാത്ത, പെരുന്നാളിന്റെ തലേന്ന് ഉമ്മയോട്, ഉമ്മ എന്റെ ആ ഡ്രസ്സ് അലക്കിയിട്ടില്ലേ, തേച്ചിട്ടില്ലേ, ഒന്ന് മഴ ചാറിയാൽ ഞാൻ നാളെ എന്തണിയും എന്നാലോചിക്കുന്ന ഒരു പൊന്നുമോന്റെ കണ്ണുനീര് തുടക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലുതൊന്നും പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടാല്ല. അതുകൊണ്ട് നമ്മളുടെ പരിചയത്തിലുണ്ടാവും കൊടുക്കുക. അതിനും സംവിധാനമുണ്ട്. ഈദ് കിസ്വ എന്ന ഒരു പ്രോജക്റ്റ് നമ്മുടെ മുന്നിലുണ്ട്. ഏൽപ്പിച്ചാൽ നമ്മൾ പോലും അറിയാതെ അവർ തന്നെ, അവർക്ക് നമ്മൾ ടോക്കൺ കൊടുത്ത് നിശ്ചയിക്കുന്ന കടയിൽ അവർ തന്നെ പോയി അവർക്കിഷ്ടമുള്ള ഡ്രസ്സ് എടുത്തു പോരുമ്പോ അവർക്കൊരഭിമാനമുണ്ട്, ഞാൻ തെരഞ്ഞെടുത്ത ഡ്രസ്സാണ്. അല്ലെങ്കിൽ നമ്മൾ വാങ്ങി പൊതിഞ്ഞ് കൊണ്ടുപോയി കൊടുത്ത് ക്യാമറ കണ്ണുകളുടെ മുന്നിൽ ഫോട്ടോയ്ക്ക് വേണ്ടി തല താഴ്ത്തി നിന്ന് ആ ഉടുപ്പണിഞ്ഞ് കൊടുത്തവന്റെ മുന്നിലൂടെ കടന്നു വരുമ്പോ സന്തോഷിക്കൂല, തല താഴ്ത്താൻ. ഇതറിയില്ല ആ കുട്ടി ഏതാണ് ഡ്രസ്സ് എടുത്തത്, നമുക്കറിയില്ല. അറിയാതെ സഹായിക്കാൻ വലതു കൈ കൊടുത്തത് ഇടത് കൈ അറിയാതെ ചെലവഴിച്ചവൻ അർശിന്റെ തണലുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ ഒരു കുട്ടിയെയെങ്കിലും ഏറ്റെടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. ഇവിടെ അതിനുള്ള സംവിധാനമുണ്ട്. ഇന്ന് ജുമുഅ കഴിഞ്ഞ് പോകുമ്പോൾ ചെറിയ MSMന്റെ പ്രവർത്തകർ അവിടെ ഉണ്ടാകും. നിങ്ങളുടെ ഈദ് കിസ്വക്കുള്ള നിങ്ങളുടെ സംഖ്യ 1, 2, 3 കുട്ടികൾക്ക് എത്രയാണ് നമുക്കറിയും, റബ്ബിനും അറിയും. ആ നിലയ്ക്ക് അത് ഏൽപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അള്ളാഹു എല്ലാ നന്മകൾക്കും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ സന്തോഷകരമാണ് നമ്മുടെ ഈ ഒരു പള്ളി അതിന്റെ മഹല്ല് സംവിധാനത്തിലേക്ക് തന്നെ മാറാൻ അൽഹംദുലില്ലാഹ് നമുക്ക് കഴിഞ്ഞു. വിവാഹ രജിസ്റ്റർ നമുക്ക് ഇവിടെയുണ്ട്, ഖബർസ്ഥാൻ നമുക്ക് സ്വന്തമായിട്ടുണ്ട്. ഒരു മഹല്ലിന് വേണ്ട മുഴുവൻ കാര്യങ്ങളുമായി ഒരു മഹല്ലിന്റെ ഒരു സംവിധാനത്തിൽ തന്നെ പോകാനുള്ള ഒരു സാഹചര്യം അൽഹംദുലില്ലാഹ് നമുക്ക് കൈവന്നിരിക്കുകയാണ്. നമ്മളിൽ പലരുടെയും പ്രാർത്ഥന അതിലുണ്ട്, നമ്മളുടെ പലരുടെയും ആത്മാർത്ഥമായ സഹകരണവും സഹായവും അതിലുണ്ട്. ആ സംവിധാനങ്ങൾ അതിന്റെ പൂർണ്ണതയിലെത്തുകയാണ്. ഖബർസ്ഥാന് വേണ്ടി നമ്മൾ ഏറ്റെടുത്ത സ്ഥലത്തിൽ ഒരു ചെറിയ സംഖ്യയുടെ ബാധ്യത കൂടി നമ്മുടെ മുന്നിലുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നിർബന്ധിക്കുകയല്ല, കഴിയുന്ന ആളുകൾ മാത്രം നേരിട്ട് അതിന്റെ പ്രവർത്തകരോട് സംസാരിച്ച് നമുക്കത് ചെയ്യാവുന്നതാണ്. എല്ലാ നന്മകളിലും നമ്മൾ ഉണ്ടാവുക. ഈ ഒരു റമദാൻ അതിന്റെ പുണ്യ ദിവസങ്ങളിലേക്ക് നമ്മളെത്തി. വരുന്നൊരു റമദാനിനെ സ്വീകരിക്കാൻ നമ്മൾ ഉണ്ടാകുമോ എന്ന് പ്രിയപ്പെട്ടവരെ നമുക്കറിയില്ല. അതുകൊണ്ട് കിട്ടിയ അവസരത്തെ പരമാവധി പരലോകത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു എല്ലാ നന്മകൾക്കും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധ റമദാനിന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത നന്മകളെല്ലാം സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങളായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ. ഇനിയുള്ള അനുഗ്രഹീത ദിവസങ്ങൾ പരമാവധി നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ ഈ മണ്ണിൽ നിന്ന് വിട ചോദിക്കേണ്ടി വന്നാലും മുത്തഖീങ്ങളായി കണ്ണടക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധ മതത്തെ, അള്ളാഹുവിന്റെ മഹിതമായ ഈ ആദർശത്തെ തകർക്കാനുള്ള പരിശ്രമങ്ങളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹു വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.